നല്ല സിനിമയ്ക്ക് പ്രത്യേക അവാർഡ്, നല്ല ഡയറക്ടർക്ക് വേറെ അവാർഡ്. അത് ശരിക്കും എന്താ അതിന് മനമുണ്ട്? ഒരു നല്ല സിനിമ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത് നല്ല ഡയറക്ടർ ആയിരിക്കണം. ഉർവശി ചില പ്രസ്താവനകൾ ഇറക്കി, ഞാൻ അതിനോട് 100% യോജിക്കുകയായിരുന്നു. സഹനടി അല്ലെ സഹനടനും ബെസ്റ്റ് നടനും രണ്ടും അഭിനയിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ബെസ്റ്റ് നടനെക്കാട്ടി കുറഞ്ഞ ഒരാളാണോ സഹനടൻ നടി എന്ന് പറയുന്നത്? ഇനി സഹയ്ക്ക് താഴെ ഒരാളുണ്ടാവും. ഇങ്ങനെ എന്തിനാ അവാർഡ് കൊടുക്കുന്നത്? ഏജ് ആയില്ല എന്നുള്ളതിന്റെ പേരിൽ നാഷണൽ അവാർഡ് പെരുവഴി അമ്പലം സത്യമാണ്. കുട്ടിയും യുവാവുമല്ലാത്ത പ്രായത്തിലാണ് ആദ്യത്തെ സിനിമ. അതുകൊണ്ട് തന്നെ എൻ്റെ നാഷണൽ അവാർഡ് നഷ്ടപ്പെട്ടു. ഭരണഘടനയൊന്നും ഇത് എഴുതി വെച്ചിട്ടില്ലല്ലോ. ഒരു കലാകാരന് ഈ പ്രായത്തിലല്ലാതെ ഒരു എന്തെങ്കിലും അംഗീകാരം കൊടുക്കാൻ പാടില്ല. ഒന്നിടത്ത് എഴുതി വെച്ചിട്ടില്ല. മനുഷ്യനുണ്ടാക്കുന്ന ഹലോ, ഇപ്പൊ ജെൻസി കാലഘട്ടത്തിലേക്ക് വരുമ്പോ ആ ട്രെൻഡ്സ് ഒക്കെ ഫോളോ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഞാനങ്ങനെ മൂപ്പിലാനൊന്നും ആയിട്ടില്ല കേട്ടോ. ഈ വയ്യാത്ത പ്രായത്തിൽ ഇതൊക്കെ ഇട്ട് നടക്കുന്ന എന്തിനാന്നുള്ളതാണോ ചോദിക്കുന്നത്? നാടോടുമ്പോ നടുവി ഓട്ടണ്ടേ? പറഞ്ഞ ബാഗി പാന്റും അടിപൊളി ഷർട്ടൊക്കെ ഇട്ട് പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ? ഡോണ്ട് ദേ ലൈക്ക്? കേമൻ സോമൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ, സോമൻ ആ വെബ് സീരീസ് ഇറങ്ങിയ ശേഷമാണ് ഇത്രയധികം അപ്രീസിയേഷൻ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചത്. എല്ലാവരും ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന ക്യാരക്ടർ. ഒറ്റ ഓട്ടിന് കേമൻ സോമൻ പരാജയപ്പെട്ടു. അപ്പോഴും പുള്ളിക്ക് എനിക്ക് അത്യാവശ്യം വീട് വരെ പോകണം. വിട്ടോട് ദേപ്പേ വിടാൻ പോകും. 46 വർഷങ്ങളായിട്ട് നമ്മുടെ മലയാള സിനിമയിൽ നമ്മളെ ഒത്തിരി എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള, നമ്മളെ ഒത്തിരി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ആക്ടറാണ് ഇന്ന് എൻ്റെ കൂടെ ക്ലബ് എഫ് സ്റ്റുഡിയോയിൽ. വെൽക്കം ടു ക്ലബ് എഫ് അശോകേട്ടാ. വെൽക്കം. അശോകേട്ടൻ്റെ തലവര മാറ്റിയ ഒത്തിരി സിനിമകളുണ്ട്. അതുപോലത്തെ ഒരു സിനിമയാണോ ഈ തലവര? അതെല്ലാം ദൈവം തീരുമാനിക്കുന്നതാണ്. മാറട്ടെ, തലവര മാറട്ടെ, നല്ലതല്ലേ? നല്ല രീതിയിലുള്ള തലവര വരട്ടെ എല്ലാവർക്കും. എന്താണ് ഈ സിനിമയുടെ ഒരു ജോണർ, ക്യാരക്ടർ ഒക്കെ ഒന്ന് പറയുകയാണെങ്കിൽ? ഒരു നാട്ടിൻ പുറത്തുള്ള ഒരു കഥയാണ്. പാലക്കാട്, കോയമ്പത്തൂർ ആ ഒരു ഏരിയയിലുള്ള കുറച്ച് സ്വല്പം തമിഴ് കൾച്ചർ, മലയാളീസ് ആണ് എങ്കിൽ പോലും അത്യാവശ്യം തമിഴ് കൾച്ചറോടൊക്കെയുള്ള ആ ഏരിയ അങ്ങനെയാണല്ലോ. അപ്പോൾ അവിടെ നടക്കുന്ന ഒരു കഥയാണ് വാസ്തവത്തിൽ ഇത്. അർജുൻ അശോകനാണ് എൻ്റെ ഹീറോ എന്ന് പറയാറുണ്ട്. ഹീറോയിൻ പുതിയ പെൺകുട്ടിയാണ്. അപ്പോൾ അവരുടെ ഒരു ഇതിനകത്തൊരു പിന്നെ പ്രേമം പിന്നെ ലവ് ഇതിനകത്തുണ്ടല്ലോ, എല്ലാ സിനിമയിലുള്ളതാണ്. ഓക്കെ. അപ്പോൾ അതിനേക്കാൾ ഉപരി ഇത് ഇയാളുടെ ജോലിയൊന്നും ആകാതെ നടക്കുന്ന ഒരു സംഭവമാണ്. കറങ്ങി നടക്കുന്നത് ഇയാളെ സിനിമ ക്രേസി പിടിച്ച് നടക്കുന്ന ഒരാളാണ്. ഓക്കെ. അപ്പോൾ ഒരു അടിപൊളി സിനിമ നമ്മളും വെയിറ്റിംഗ് ആണ്. ഇപ്പം ചില ആക്ടേഴ്സ് നമുക്ക് പറയുകയാണെങ്കിൽ കോമഡി ചെയ്യുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ചില ആക്ടേഴ്സ് നമുക്ക് സീരിയസ് റോള് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമാണ്. അപ്പം അശോകേട്ടൻ ഇത് ഏത് ചെയ്താലും നമുക്ക് ഇഷ്ടമാണ്. ഓക്കെ. അപ്പോൾ അശോകേട്ടൻ ഏതാണ് ഭയങ്കര കംഫർട്ടബിൾ ചെയ്യാനായിട്ട്? അല്ല, ഒരു ആക്ടറെ സംബന്ധിച്ച് ഒരിക്കലും അങ്ങനെ നമ്മൾ ഇന്നത് ചെയ്യാൻ എനിക്ക് താല്പര്യം, മറ്റേത് ഇഷ്ടമില്ല എന്ന് പറയുന്നൊരു അങ്ങനെ പറയാൻ പാടില്ല. എന്നെ സംബന്ധിച്ച് ഞാനിപ്പം നമ്മൾ ഓരോ ക്യാരക്ടറും ഇപ്പോൾ തമാശ ഉള്ള സീനുകൾ ചെയ്യുന്നു, സീരിയസ് ആയിട്ട് വേഷം ചെയ്യുന്നു, ഇത് നമ്മൾ അതിനുവേണ്ടി ഇത് വന്ന് ഭവിക്കുന്നതാണ്. അത് ഒരു പക്ഷേ ദൈവം തരുന്നത്. നമ്മളിലുള്ള ചില ആക്ടേഴ്സിലുള്ള ചില ടാലൻറ്റ് നമ്മൾ ചില പ്രത്യേക ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്കറിയാതെ അത് ചെയ്യാനൊരു ടെൻഡൻസിയോ അതിൻ്റെ ഒരു അംശം നമ്മളിലുള്ള ആ ജീനിൽ ഉണ്ടാകുമായിരിക്കാം. അതുകൊണ്ടാണ് ചെയ്തു പോകുന്നത്. അല്ല, ഞാൻ ഈ ടൈപ്പിന് ചെയ്യാൻ പോവുകയാണ്, ഇനി എൻ്റെ ആഗ്രഹം അങ്ങനെ ഒരു റോളാണ് എന്നൊന്നും നമുക്ക് പറയാൻ, എന്നെ സംബന്ധിച്ച് ഞാനത് പറയില്ലേ. അത് അങ്ങനെ ഒരു ആഗ്രഹം, ആ പ്രത്യേകിച്ചൊരു ക്യാരക്ടർ ചെയ്യാൻ പോകണമെന്നോ ഒരു ഉദ്ദേശമൊന്നും എനിക്കില്ല. ആ രീതിയിലുള്ളൊരു കഥാപാത്രം ആഗ്രഹം എന്നൊക്കെ പറയാൻ നമുക്കൊരിക്കലും പറ്റില്ല. ഇത് വന്ന് ഭവിക്കുന്നതാണ്. അപ്പോൾ അന്ന് ഭവിക്കുമ്പോൾ നമ്മളിൽ എവിടെയോ ചിലപ്പം ഒരു ആക്ടറെ സംബന്ധിച്ച് അവരുടെ മനസ്സിൽ ഉള്ളിൽ ആ ജീനിൽ കിടക്കുന്ന ഒരംശം ചിലപ്പോൾ ചില ക്യാരക്ടർ കൂടി ചിലപ്പം അതെന്തെങ്കിലും പ്രത്യേകതയോടുകൂടി പുറത്തു വരാൻ സാധിക്കുന്നു. അത് ചിലപ്പോൾ ഒരു ഹ്യൂമറായിട്ട് ചിലപ്പോൾ പോകുന്നു. ആ കഥാപാത്രങ്ങൾക്കോ സബ്ജക്റ്റിലോ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിലൊക്കെ എന്തെങ്കിലും സിറ്റുവേഷൻ ഹ്യൂമറാണ് പ്രധാനം. അതിനകത്ത് എന്തെങ്കിലും ഒരു ഹ്യൂമർ ഉണ്ടായിരിക്കും. ഉണ്ടായാൽ മാത്രമേ അതിന് നമ്മൾ ചെയ്തിട്ടും അപ്പം ചിലപ്പോൾ നമുക്കത് ചെയ്യാൻ സാധിച്ചു പോകുന്നു. ഇപ്പോൾ സംഗീതകാരൻ ഡയറക്ടർ പറയുന്ന പോലെ അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. എങ്കിൽ പോലും നമ്മളിലുള്ള ചില കാര്യങ്ങളിലൂടെ പുറത്ത് കൊണ്ടുവരിക എന്നുള്ളത്, അതിപ്പം സീരിയസ് ക്യാരക്ടർ ആണെങ്കിലും ഹ്യൂമർ ക്യാരക്ടർ ആണെങ്കിലും മറ്റേത് ടൈപ്പ് വില്ലനാണെങ്കിലും ഒക്കെ ശരി തന്നെ. അടിസ്ഥാനം എന്ന് പറയുന്നത് നമുക്കൊരു ടാലൻ്റ് ഇല്ലാതെ ഒരു ക്യാരക്ടർ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അല്ല, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് അതാ ഹ്യൂമർ ക്യാരക്ടർ ചെയ്യാൻ ഇഷ്ടമെന്നോ ഒന്നും എനിക്ക് അങ്ങനെ പറയുന്നത് ശരിയല്ല. അത് ഞാൻ ചോദിക്കാമല്ലോ. അതായത് ഇപ്പോൾ നായകനായിട്ട് വന്നിട്ടുണ്ട്, കുട്ടിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ വില്ലനായിട്ട്, ഇനിയും എന്തൊക്കെ ടൈപ്പ് ക്യാരക്ടർ ഇനിയും ചെയ്യണം അങ്ങനെ ഒരു ആഗ്രഹം. കുട്ടിയും യുവാവുമല്ലാത്ത പ്രായത്തിലാണ് ആദ്യത്തെ സിനിമ. അതുകൊണ്ട് തന്നെ എൻ്റെ നാഷണൽ അവാർഡ് നഷ്ടപ്പെട്ടു. ഞാൻ ചോദിക്കാനിരിക്കായിരുന്നു അത് ഞാനത് സ്വയം പറഞ്ഞ കാര്യം. എന്നോട് എൻ്റെ ഡയറക്ടർ
പ്രൊഡ്യൂസറും പറഞ്ഞ കാര്യം അങ്ങനെ ഞാൻ അറിയുന്നത്. ഞാൻ എൻ്റെ സോഷ്യൽ അഭിപ്രായം മീഡിയ ഒന്നുമല്ല. തുറക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു മെയിൻ കാര്യം ഇത് തന്നെയാണ്. അതായത് യങ് ഏജ് ആയില്ല എന്നുള്ളതിന്റെ പേരിൽ നാഷണൽ അവാർഡ് പെരുവഴി അമ്പലം സത്യമാണ്. അത് പത്മരാജൻ അദ്ദേഹം എന്നെ കൊണ്ടുവന്ന അദ്ദേഹമാണല്ലോ. അത് അദ്ദേഹം എന്നോട് പറഞ്ഞതാണ് കാര്യം. പ്രൊഡ്യൂസർ നിർമ്മാതാവ് പ്രേംപ്രകാശ് അദ്ദേഹവും ഇവർ രണ്ടുപേരുടെ പറഞ്ഞ കാര്യമാണ്. അന്ന് ആ ഒരൊറ്റ കാരണത്താൽ അവാർഡ് തള്ളിപ്പോയി. കാരണം ബാലനടനും യുവാവും അല്ലെങ്കിൽ പിന്നെ ഏതൊരു കാറ്റഗറി പറഞ്ഞ അവാർഡ് കൊടുക്കാൻ പറ്റും, അത് സാധിക്കാതെ വേണ്ടാണ് തള്ളിപ്പോയി എൻ്റെ ക്യാരക്ടർ. പക്ഷേ ഇത് കാണുമ്പോൾ ഇപ്പം എനിക്കൊരു നാഷണൽ അവാർഡ് കിട്ടിയ ഒരു പിന്നെ സന്തോഷമുണ്ട്. എല്ലാവരും അറിയുന്നുണ്ട് സത്യാവസ്ഥ. പിന്നെ അതേസമയം അതിന് ശേഷം വന്ന അതേ പ്രായത്തിലൊക്കെ എൻ്റെ പ്രായത്തിൽ തന്നെ അഭിനയിച്ചാണ് മോനിഷയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടി. അപ്പോഴത്തേക്ക് നിയമത്തിന് വ്യത്യാസം വന്നു. കാരണം അതിന്റെ കമന്റ്സ് ഒക്കെ നമ്മളിങ്ങനെയാണ്, മോനിഷയ്ക്ക് കിട്ടിയില്ലോ, എന്തുകൊണ്ടാണ് അശോകേട്ടന് കിട്ടാഞ്ഞത്? അതെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്. അത് നമ്മളിൽ ഓരോ സമയത്തും ഓരോ കാലഘട്ടങ്ങളിലൊക്കെ ഓരോ നിയമമല്ലേ, ഇതെല്ലാം മനുഷ്യർ തീരുമാനിക്കുന്ന കാര്യങ്ങളല്ലേ. അല്ലാതെ ഇന്ത്യയിലെ തന്നെ യങ്ങസ്റ്റ് നാഷണൽ അവാർഡ് വിന്നർ ആയേനെ. ഇതിപ്പോ നമ്മുടെ ആയിരിക്കാം. അല്ല, ഇതിപ്പോ നമ്മുടെ എന്താ പറയുന്നത്, ഈ ഭരണഘടനയിലൊന്നും ഇത് എഴുതി വെച്ചിട്ടില്ലല്ലോ. ഇന്ന് ഒരു കലാകാരന് ഈ പ്രായത്തിലില്ലാതെ ഒരു എന്തെങ്കിലും അംഗീകാരം കൊടുക്കാൻ പാടില്ല, ഒന്നൊരിടത്ത് എഴുതി വെച്ചിട്ടില്ല. മനുഷ്യരുണ്ടാക്കുന്ന നിയമമാണ്, വേറൊന്നുമല്ല. അതുകൊണ്ട് അങ്ങനെ കിട്ടണ്ട. ഇപ്പോൾ ഒരു പ്രാവശ്യം നാഷണൽ അവാർഡ് കിട്ടിയാൽ അടുത്ത പ്രാവശ്യം ഇയാൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കണ്ട എന്ന് ഈ പല അഭിപ്രായം. ഒരേ വർഷം 2 പേർക്ക് കിട്ടുന്നവരുണ്ടല്ലോ. അത് നമ്മുടെ മലയാളത്തിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. 2 പേർക്ക് വീതിച്ചു കൊടുത്തിട്ടുണ്ട്. 2 പേരും ബെസ്റ്റ് ആക്ടേഴ്സ് അല്ലെ ബെസ്റ്റ് ആക്ട്രസ്, ഇങ്ങനെ പോയിട്ടുണ്ടല്ലോ. പിന്നെ നല്ല സിനിമയ്ക്ക് പ്രത്യേക അവാർഡ്, നല്ല ഡയറക്ടർക്ക് വേറെ അവാർഡ്. അത് ശരിക്കും എന്താ അതിൻ്റെ മാനദണ്ഡം? ഒരു നല്ല സിനിമ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത് നല്ല ഡയറക്ടർ ആയിരിക്കണം അല്ലേ. ഒരു നല്ല ഡയറക്ടർക്ക് നല്ല സിനിമ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ഡയറക്ടർ വേറെ അവാർഡ്, ബെസ്റ്റ് ഫിലിം വേറെ അവാർഡ്, അതിനകത്ത് അർത്ഥം വാസ്തവത്വമൊന്നുമില്ല. ശരിയല്ലേ? അതിപ്പോൾ ഓരോരുത്തർ ചിലപ്പം അയക്കൂടെ കൊടുത്തേക്കാം എന്ന് പറയുന്നതുകൊണ്ട് അങ്ങനെ ചിന്താഗതിയാണ്. അപ്പം പിന്നെ ഒരു കാര്യം ചെയ്യാം, പുള്ളിക്ക് വിഷമം തോന്നണ്ട, അതുകൊണ്ട് ബെസ്റ്റ് പടമാക്കും ഡയറക്ടർ മറ്റേ കൊടുക്കാം. ഇങ്ങനെ ചിലപ്പോൾ വ്യക്തികളല്ലേ, മനുഷ്യരല്ലേ, ഈ രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ടാകാം. ഇനി ഇതിനേക്കാൾ ഞാൻ പറയുന്നതിനേക്കാട്ടിൽ വേറെ അർത്ഥങ്ങളുണ്ട്. എന്നേക്കാൾ വളരെ പ്രഗത്ഭരായ ഒരുപാട് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളവർ ഇതിൻ്റെ റീസൺ പറഞ്ഞാൽ ചിലപ്പോൾ അത് ഓക്കെ ആയിരിക്കും. പിന്നെ നമ്മളതിനകത്ത് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് തോന്നിയൊരു അഭിപ്രായം ഞാൻ പറഞ്ഞാണ്. അല്ല, അത് പറയാനുള്ള ഒരു വോയിസ് ഉണ്ട്. ബിക്കോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് അശോകേട്ടൻ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ്. എല്ലാവരും അയ്യോ അത് പോയല്ലോ എന്നുള്ള ഒരു അല്ല, ഞാൻ അത് അന്നൊന്നും ഇങ്ങനെ കേട്ടപ്പോൾ എനിക്ക് വലിയ പ്രത്യേകതയോ ഒരു പുതുമയോ അതൊന്നും എനിക്ക് സത്യത്തിൽ തോന്നില്ല. എൻ്റെ പ്രായം കൊണ്ടായിരിക്കും. സന്തോഷം ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ ഈ കാലം കുറേ കഴിഞ്ഞപ്പോൾ ഇത് പല പ്രാവശ്യം അവരൊക്കെ പറഞ്ഞു. ഇപ്പോൾ സോഷ്യൽ മീഡിയ വരുമ്പോഴാണ് പലരും പറയുമ്പോൾ അത് വലിയൊരു വിഷമം നഷ്ടമായി പോയെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ ഒന്നുമില്ല, വേറൊന്നുമില്ല. ഇപ്പോൾ നാഷണൽ അവാർഡ് കിട്ടണമെന്ന് ആഗ്രഹമില്ലാത്ത ഒരു കലാകാരൻ ഉണ്ടാവില്ല അല്ലേ. ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടണമെന്ന് ആഗ്രഹമില്ലാത്ത ആരും ഉണ്ടാവില്ല. സ്റ്റേറ്റ് അവാർഡ് തന്നെ പല പ്രാവശ്യം എൻ്റെ പേര് വന്നിട്ട് അതെല്ലാം ലാസ്റ്റ് മിനിറ്റ് തള്ളിപ്പോയിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അത് പലരും ധരിച്ചിരിക്കുന്നത് ആ പടത്തിൽ അവാർഡ് കിട്ടിയില്ലേ, അനന്തരത്തിനകത്ത് ബെസ്റ്റ് ആക്ടർ കിട്ടിയില്ലേ, അമരത്തിൽ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, പെരുവഴിയമ്പലത്തിൽ കിട്ടിയില്ലേ, പൊന്നിച്ചാമിയിൽ കിട്ടിയിട്ടില്ലേ, ഇങ്ങനെയൊക്കെ ഒരുപാട് തൂവാനത്തുമ്പികൾ, ഇങ്ങനെ പല പടങ്ങളും പിന്നെ എന്നോട് ചോദിക്കാറുണ്ട് അവാർഡ് കിട്ടിയിട്ടില്ലേ എന്നൊക്കെ. അപ്പോൾ അത് അങ്ങനെ ധരിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിപ്പോൾ ഞാനിപ്പോൾ അത് കിട്ടിയില്ല, പക്ഷേ കിട്ടിയതുപോലെ ഞാനിപ്പോൾ അത് സമാധാനപ്പെടുക. ഈ ചോദ്യങ്ങളും ഈ അഭിപ്രായങ്ങളും തന്നെ വലിയ ഗിഫ്റ്റല്ലേ. പിന്നെ കറക്റ്റ്. അതുപോലെയാണെങ്കിൽ ഇപ്പോഴത്തെ നാഷണൽ അവാർഡൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു, ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. അതിലുള്ള വിന്നേഴ്സിനെ പറ്റി പറയുമ്പോൾ എന്താണ് അശോകേട്ടന് തോന്നുന്നത്? എന്താ അഭിപ്രായം പറയണ്ട, ആദ്യം ചോദിക്കാം. എന്നോട് ചോദ്യം ചോദിക്കാൻ ഞാൻ പറഞ്ഞു, എനിക്കറിയാം, ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം നാഷണൽ വിന്നേഴ്സ് വന്നു, അർഹതപ്പെട്ടവർക്ക് തന്നെയാണോ അത് കിട്ടിയിട്ടുള്ളത്? എങ്ങനെ തോന്നിയിട്ടുള്ളത്? മലയാളത്തെ സംബന്ധിച്ച് നാഷണൽ അവാർഡ് കിട്ടിയത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഉർവശിക്കും വിജയരാഘവൻ എന്നെക്കുറിച്ച് ചൊറിഞ്ഞ് ചോദിക്കുകയാണല്ലേ, മനസ്സിലായി എനിക്ക്. നിങ്ങളൊക്കെ ഫ്രണ്ട്സ് ആണല്ലോ. തീർച്ചയായും എത്രയോ പടങ്ങൾ ഇവർ വെച്ച് അഭിനയിക്കുന്ന ഞങ്ങളൊക്കെ. അല്ല, ഉർവശി ചില പ്രസ്താവനകൾ ഇറക്കി, ഞാൻ അവനോട് 100% യോജിക്കുകയായിരുന്നു. കാരണം ഈ സഹനടി അല്ലെ സഹനടനും ബെസ്റ്റ് നടനും തമ്മിൽ എന്താ രണ്ടും അഭിനയിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ബെസ്റ്റ് നടനെക്കാട്ടി കുറഞ്ഞ ഒരാളാണോ സഹനടൻ നടി എന്ന് പറയുന്നത്? അപ്പോൾ സഹനടി നല്ല ബെസ്റ്റ് രണ്ടും ഒന്ന് തന്നെയാണ്. ബെസ്റ്റ് ആക്ട്രസ്, ബെസ്റ്റ് ആക്ടർ, അങ്ങനെ തന്നെ കൊടുക്കേണ്ടത്. അതിന് സഹ ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ഇനി സഹയ്ക്ക് താഴെ ഒരാളുണ്ടാവും. ഇങ്ങനെ എന്തിനാണ് അവിടെ കൊടുക്കുന്നത്? ഉറവിശ്യാനത്തിൽ വളരെ ഗംഭീരമായ പെർഫോമൻസ് ഉണ്ടായിരുന്നത് ഉള്ളൊഴുക്ക് സിനിമയിൽ.
അതിനകത്ത് എല്ലാവരും ബെസ്റ്റ് പെർഫോമൻസ് ആണ്. ഇപ്പോൾ പിന്നെ പാർവതി തിരുവോത്തും മറ്റേ 2 ആൾക്കാരും എല്ലാവരും പിന്നെ അതിൻ്റെ സെൻട്രൽ ക്യാരക്ടർ എന്ന ഉർവശി തന്നെയാണ്. അത് വളരെ ഗംഭീരം. ഉർവശിയെക്കുറിച്ച് നമുക്കറിയാം, പ്രത്യേകിച്ചും പറയേണ്ട കാര്യമില്ല. അഭിനയിക്കുന്ന ഇപ്പോൾ ഒറ്റ സീനാണെങ്കിലും 2 സീനാണെങ്കിലും ആ കഥയായിട്ടും കഥാപാത്രമായിട്ട് വളരെ കറക്റ്റ് ലിങ്ക് ആണെങ്കിൽ വളരെ ബന്ധമുണ്ടെങ്കിൽ അതിന് അംഗീകാരം തന്നെ, പുരസ്കാരം കൊടുക്കണം. അതാ എൻ്റെ അഭിപ്രായത്തിലാണ്. ചിലപ്പോൾ 2 സീനിലേക്കായിരിക്കും അല്ലെങ്കിൽ 5 സീനിലേക്കായിരിക്കും ഒരു കഥാപാത്രം അയാളെ മേക്കപ്പ് രൂപമൊക്കെ മാറ്റിയിട്ട് ചെയ്യുന്നത്. അത് അതിനെ പുറകെ ഒരുപാട് അധ്വാനമുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് വളരെ കഷ്ടപ്പെട്ട് പല ദിവസങ്ങൾ അഭിനയിച്ചായിരിക്കും ആ ക്യാരക്ടർ ഉണ്ടാക്കുന്നതും അഭിനയിക്കുന്നതും എല്ലാം. അപ്പം അങ്ങനെ ചെയ്ത് ഒരു അംഗീകാരം കിട്ടിയില്ലെങ്കിൽ വിഷമം ഉണ്ടാവും. എല്ലാവർക്കും ഒരേപോലെ തന്നെ ഇത് ത്രൂ ഔട്ട് ഒരു പടത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നിൽക്കുന്നവർക്കും സ്റ്റാർഡം ഉള്ള ഭയങ്കരമായിട്ടുള്ളവർക്ക് മാത്രമേ അവാർഡ് കൊടുക്കുന്നത്. അത് തെറ്റല്ലേ? അത് അവർ കിട്ടിക്കോട്ടെ. സ്റ്റാർഡം ഉള്ളവരെ അഭിനയം മോശമെന്നല്ല ഞാൻ പറഞ്ഞതല്ല, അങ്ങനെയല്ല. പക്ഷേ ചില വ്യത്യാസങ്ങൾ ചിലത് കാണിക്കാറുണ്ട്. ആരും മോശം ആക്ടേഴ്സൊന്നും അല്ല. പക്ഷേ അതുപോലെ തന്നെ വേറെ ഉള്ള അർഹതപ്പെട്ടവർക്ക്, അത് ഹീറോ ആയിട്ട് അഭിനയിക്കുന്നവരാണെങ്കിൽ ശരി, അല്ലാത്ത റോള് ചെയ്താലും പുതിയ ഒരാൾക്കാരാണെങ്കിൽ അംഗീകരിക്കണം. അതേ പറഞ്ഞുള്ളൂ. ചില നിബന്ധനകൾ വരുന്നത് തെറ്റാണ് ഇവിടുത്തെ. ഓക്കെ, നമ്മൾ ചേട്ടൻ്റെ സിനിമയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ചേട്ടൻ്റെ സിനിമയിൽ നമുക്കിപ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ ഓടി വരുന്നത് തോമസ് കുട്ടി മറക്കാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ഒരു 3 സിനിമകൾ ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു മെമ്മറി, ആ ഒരു സിനിമേനെ പറ്റിയുള്ള ഒരു മെമ്മറി ഷെയർ ചെയ്യുകയാണെങ്കിൽ. അല്ല, ഇതിപ്പോൾ പടം ഇറങ്ങി കുറേ നാളിന് ശേഷമാണ് അതിൻ്റെ ഒരു കാര്യം നമ്മൾ അറിയുന്നത്. അഭിനയിക്കുന്ന സമയത്തൊന്നും ഈ പടങ്ങൾ ഇത്രയൊന്നും ഹിറ്റാകുമെന്നോ ആൾക്കാരുടെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും ഇതിങ്ങനെ ഈ പേരൊക്കെ വിളിച്ച് പറയുമെന്നോ പടത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളോ അങ്ങനെയൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അന്ന് പടം ചിലപ്പോൾ കളക്ട് ചെയ്യുമായിരിക്കും എന്നൊക്കെ ഒരു ധാരണയായിരുന്നു. അല്ലാതെ ഇത്രത്തോളം ഒരു എന്താ, അതൊരു എക്കാലത്തും ഏത് കാലത്തും ആൾക്കാർക്ക് അവരുടെ ഒരു സ്വീകാര്യമായ സിനിമയായിരിക്കും. എല്ലാ പ്രായങ്ങൾക്കും പ്രായത്തിലുള്ളവർക്ക് ഈ പടം ഒരു സ്വീകാര്യമായിട്ട് തോന്നും നമ്മൾ ആരും ഉദ്ദേശിച്ചിരുന്നില്ല. അതൊരു കളക്ട് സിനിമ എന്നൊക്കെ പറയാം. അങ്ങനെ കുറച്ച് സിനിമകൾ നമുക്കുണ്ടങ്ങനെ. പിന്നീട് ഇതിൻ്റെ ഇത് നമ്മൾ സുഖങ്ങളും ആൾക്കാരുടെ അപ്രിസിയേഷൻ അറിയുന്നതും കിട്ടുന്നതൊക്കെ ഇപ്പം, അതായത് ഇപ്പോഴൊക്കെയാണ്, ഇത്രയും വർഷം കഴിഞ്ഞില്ലേ. ഹരിഹരൻ 90-ലെ പടമാണ്. അതെ. അല്ല, അന്നത്തെ സമയത്തിനേക്കാളും കൂടുതൽ ആൾക്കാരിലേക്ക് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കാണുമ്പോൾ കാരണം ഇത് കുട്ടികൾക്കും വളരെ പ്രായമുള്ളവർക്കും ഇടയ്ക്കുള്ള പ്രായക്കാർക്കും സ്വീകാര്യമായ സിനിമയാണ് ഈ ഹരിഹരൻ 3 സിനിമയും. അതെ, നമ്മൾ എപ്പോൾ ടി വി വന്നാലും കാണും. അതെ. അത് എന്നോട് ഇത് ഒരുപാട് പേര് പറയാറുണ്ട്. എത്രയോ ഒരു 500-1000 ഒന്നും അല്ല ഇപ്പോൾ വന്നിരിക്കുന്നത് ടി വികളിൽ. അത് ഇനിയും കണ്ടാലും ഒരാൾക്കൊരു ചെറിയൊരു ടെൻഷനുള്ള സമയത്തോ ബോറടിക്കുന്ന സമയത്തോ ഈ പടം ഇട്ട് കാണുന്നവരുണ്ട് എന്നാൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ കുറച്ച് സിനിമകൾ നമുക്കുള്ളൂ അങ്ങനെ മലയാളത്തിൽ. ആ ഷൂട്ടിംഗ് സമയത്തുള്ള എന്തെങ്കിലും ഒരു രസമുള്ള ഒരു മെമ്മറി ഷെയർ ചെയ്യാൻ പറ്റുമോ? ആ സമയത്ത് തമാശകളൊക്കെ എല്ലാവരും അങ്ങോട്ട്, ഞങ്ങൾ 4 തമാശകളെ പറയും. നമ്മളൊക്കെ ഈ ജഗദീഷൊക്കെ നമ്മളൊക്കെ ശരിക്ക് കളിയാക്കിക്കൊണ്ടിരിക്കും എന്നെയൊക്കെ. പിന്നെ മുകേഷും സിദ്ദിഖും എല്ലാം നിങ്ങളൊക്കെ തമാശകളൊക്കെ പറയും എന്നുള്ളതല്ലാതെ അതൊരു ഇൻസിഡൻസായിട്ട് എന്തെങ്കിലും ഒരു മെമ്മറബിളായിട്ടുള്ളൊരു കാര്യം എനിക്ക് ഓർമ്മയില്ല. കാരണം അപ്പോഴൊക്കെ ആ പടം ഒന്നത് വളരെ ഒരു ഹെവി വർക്കായിരുന്നു. 10-35-40 ദിവസമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് വാസ്തവത്തിൽ ശരിയായ രീതിയിൽ ഉറങ്ങാൻ പോലും സിനിമ സാധിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഈ പെരുവഴിയമ്പലത്തിന് ശേഷം ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ഡേയ്സും അതുപോലെ തീരെ സമയം കിട്ടാതെ വർക്ക് ചെയ്ത ഒരു ഹെവി ഹാർഡ് വർക്കായിരുന്നു അതിനകത്ത്. എനിക്കുള്ള അനുഭവം ഞാൻ അങ്ങനെ പറയാം. അത് ഉറക്കം രാത്രി 12, 1 മണി, 2 മണി പോകുന്നുണ്ട്, വെളുപ്പിനെ പോകുന്നുണ്ട്. 12 മണിക്ക് 1 മണിക്ക് ഷൂട്ടിങ് കഴിഞ്ഞ് പോയാൽ കാരണം അതുപോലെ അതിനകത്ത് വർക്കുകളുണ്ട്. അത് കഴിഞ്ഞ് പോലും പിറ്റേ ദിവസം 6 മണിക്ക് പിന്നെ എണീക്കേണ്ടി വരും. ഹോട്ടലിൽ പോയി കിടന്നാൽ ഉടനെ വീണ്ടും അപ്പം തന്നെ എഴുന്നേറ്റ് വരും. അങ്ങനെ ആ സിനിമയിൽ പല സന്ദർഭങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ ഉറക്കം തികയാതെ ക്ഷീണിച്ചൊക്കെ വന്ന ചില സംഭവങ്ങൾ, തീരെ ഉറങ്ങാൻ പറ്റാതെ പിറ്റേ ദിവസം രാവിലെ വന്ന് പിന്നെ അഭിനയിച്ചിട്ട് പോയ സംഭവങ്ങൾ പല ദിവസങ്ങൾ വരാത്തത്. അപ്പോൾ അപ്പോൾ അതിനകത്തുള്ള ഇൻസിഡൻസ് കൂടാതെ ഇതാണ് ഓർക്കേണ്ടത്. പക്ഷേ ആ പടം ഇങ്ങനെയൊക്കെ ഒരുപാട് എല്ലാവരും, ഇപ്പം ആക്ടേഴ്സ് മാത്രമല്ല ടെക്നീഷ്യൻസും ഇല്ലാതെ തന്നെ. പക്ഷേ അതിൻ്റെ ഒരു റിസൾട്ട് സിനിമ റിലീസായപ്പോൾ കിട്ടി. ഇത്രയും വർക്കിൻ്റെ, ഹാർഡ് വർക്കിൻ്റെ, കഷ്ടപ്പാടിൻ്റെ ഫലം സിനിമയ്ക്ക് ഉണ്ടായി. ഇപ്പോഴും ഏറ്റെടുത്തോണ്ടിരിക്കുക. അതെക്കാലത്തെ ഒരു ലവബിളായിട്ടുള്ള സിനിമയായിരിക്കും. ജഗദീഷ് ചേട്ടൻ പറഞ്ഞൊരു സംഭവം ഉണ്ട്, അതായത് അശോകൻ ആരാണെന്നും എന്താണെന്നും ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾക്ക് അങ്ങനെ പിടിതരില്ല എന്നൊക്കെ. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ജഗദീഷ് അങ്ങനെ പറയുന്നെങ്കിൽ പിന്നെ നമ്മൾ അശോകൻ ആരാണെന്ന് മനസ്സിലാവില്ല, നിങ്ങൾക്ക് എന്താണ്, അങ്ങനെയല്ല കോമഡി ആയിട്ട് നിങ്ങൾ ഒരുമിച്ചുള്ള ഇന്റർവ്യൂവിൽ പറഞ്ഞു. ഞാൻ വാസ്തവത്തിൽ ജഗദീഷിനെ കുറിച്ചാണ് പറയേണ്ടത്. ജഗദീഷ് ശരിക്കും എന്താണ് എന്ന് ഞങ്ങൾക്ക് ആർക്കും പിടികിട്ടില്ല.
ഓ അപ്പൊ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ തമാശക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും ഇങ്ങനെ. ഓക്കെ. സാധാരണ ഈ അച്ഛന്മാരുടെ റോളൊക്കെ ചെയ്യുന്നത്, പ്രത്യേകിച്ച് തലവര സിനിമയിലേക്ക് വരുമ്പോൾ അതിനകത്ത് ഒരു അച്ഛൻ റോളാണ്. നമ്മൾ പറയും തന്ത വൈബ്, അങ്ങനെ അല്ലെ വൈബ് തന്തയായിരിക്കും അങ്ങനെയൊക്കെ പറയും. ഇതിനകത്ത് അങ്ങനെ ഏതെങ്കിലും ഈ തലവരയിൽ അച്ഛന്റെ ക്യാരക്ടറിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഈ അച്ഛൻ്റെ കാര്യം ഇതിനകത്ത് പാവമായ അച്ഛനാണ്. അതായത് മോൻ ഇങ്ങനെയൊക്കെ കറങ്ങി നടക്കുന്നതൊക്കെ ചെന്നെങ്കിലും ശരി, അങ്ങേർക്ക് പ്രത്യേകിച്ച് അതിന് മോനൊരു വിരോധ ദേഷ്യമൊന്നും ആയില്ല. അയാൾ അങ്ങനെ ഒരു ആ രീതിയിൽ പോകുന്ന ഒരാളയാൾ. ഈ അമ്മ തള്ളയെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റാണ്. കാരണം ഞാൻ പറഞ്ഞു അവർക്കൊരു ഉള്ളിൽ കൂടെ ഒരു വിഷമവും ദേഷ്യവും അമർഷവും ഒക്കെ അവർക്കുണ്ട്. കാരണം ഈ ഭർത്താവ് എന്ന് പറയുന്നത് ഈ തന്ത ഇങ്ങനെ കൊള്ളരാത്തനായി പോയി എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പം നമുക്കുള്ളതൊന്നും ഞാൻ ബോധമില്ല. പക്ഷെ എന്നാൽ ചില പ്രത്യേക മൊമെൻറ്റുകൾ അയാൾ കുറച്ച് വികാരഭരിതനാവുന്നുണ്ട് തന്ത. പ്രത്യേകം അതിൻ്റെ റീസണൊക്കെ അതിനകത്തുണ്ട്. അയാൾ തീരെ പിന്നെ ജീവിതത്തോട് ഒരു താല്പര്യമില്ലാത്ത ഒരാളോ ഒന്നിനും കൊളരാത്ത ഒരാളോ ഒന്നും അല്ല. ഈ ഭാര്യയ്ക്ക് പക്ഷെ അങ്ങനെ തോന്നാറുണ്ട് അനുഭവം കൊണ്ട്. മോനും അച്ഛനായിട്ടും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അമ്മയാണ് എപ്പോഴും പിടിച്ച് ഈ അനുഭവം കൊണ്ട് അവനെ നീ അവിടെ പോന്നു ചോദിക്കുന്നു. ഇത്ര സമയത്ത് പറയണം, നീ അവിടെ കറങ്ങി നടക്കുകയാണോ, ഈ തന്ന കാശിനും കൊണ്ട് കളയാനാണോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ ഇതൊക്കെ വല്ല പ്രശ്നമില്ല. ഭയങ്കര ജോളിയാ അച്ഛൻ. അച്ഛനൊരു ജോളിയാണ്, ഒരു ടെൻഷനും. എല്ലാ കാര്യങ്ങളെയും ഇതുമായിട്ടൊക്കെ ഇൻവോൾവ് ചെയ്ത് തമാശയ്ക്കും ഫെസ്റ്റിവൽസും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരാളാണ്. അപ്പോഴും അയാൾ പടം എന്ന് പറഞ്ഞ ഭ്രാന്തനാണ്. പൈസ വലിയ ജീവിക്കാൻ വലിയ കഷ്ടിച്ചൊക്കെ ജീവിച്ചു പോകുന്നവരാണ്. പക്ഷേ എങ്കിലും ശരി, ഒരു പുതിയ പടം ഇറങ്ങിയാൽ അപ്പം പോയി കാണും. പടം കണ്ടില്ല എന്ന് ചോദിക്കും. ഇന്ന് മറ്റേ പടം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, അത് കാണണം. ഞാൻ പോകുന്നു. ഇങ്ങനെയൊക്കെ ഒരു ക്യാരക്ടർ, അയാളുടെ ലൈഫ് അതാണ്. അതുപോലെ ഈ അശോകനാണ് മോൻ, അർജുൻ അശോകനാണ് മോൻ, അച്ഛനാണ്. അപ്പം ഇത് ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് ഒരു അച്ഛൻ റോൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട് അർജുൻ അശോകനുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ? ഞാൻ അർജുൻ അശോകനും ഞാനും ഞങ്ങൾ ഒരുമിച്ച്, ഞാനിപ്പം ആദ്യമായിട്ടാണ് ഞാൻ അർജുൻ അശോകനായിട്ട് അഭിനയിക്കുന്നത്. അർജുൻ അശോകൻ്റെ അച്ഛൻ ഹൈശ്രീ അശോകനായിട്ട് നേരത്തെ അഭിനയിച്ചിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. പിന്നെ മകനുമായിട്ട് ഇപ്പോൾ ആദ്യം ചെയ്യാണ്. അർജുൻ വളരെ കംഫർട്ടബിൾ ഒരു ആക്ടറാണ്. എനിക്ക് ഇതുവരെ തോന്നിയിരിക്കുന്ന കാര്യം വളരെ കംഫർട്ടബിൾ ആയ ആക്ടർ, നല്ല ആർട്ടിസ്റ്റാണ് അർജുന്. എനിക്ക് തോന്നുന്ന അന്തകാലത്ത് നമ്മുടെ അശോകേട്ടൻ യങ് ആയിട്ടുള്ള ട്രെൻഡൊക്കെ ഫോളോ ചെയ്ത് നടക്കുന്ന ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അന്തകാലത്ത്. ഇപ്പൊ ജെൻസി കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ആ ട്രെൻഡ്സ് ഒക്കെ ഫോളോ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? പിന്നെ നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം നമുക്ക് പറ്റുന്നതെല്ലാം ചെയ്യും. ഞാൻ കണ്ട ഇന്റർവ്യൂസൊക്കെ പറഞ്ഞ പോലെ ബാഗി പാൻറ്റും അടിപൊളി ഷർട്ടൊക്കെ ഇട്ട്. ബാഗി പാൻറ്റൊന്നും എനിക്ക് ഞാനങ്ങനെ മൂപ്പിലാനൊന്നും ആയിട്ടില്ല കേട്ടോ. പക്ഷെ അതിപ്പോഴത്തെ ട്രെൻഡാ. അല്ല, അന്തകാലത്ത് ചെയ്ത് ഇപ്പോഴും ഈ വയ്യാത്ത പ്രായത്തിൽ ഇതൊക്കെ ഇട്ട് നടക്കുന്ന എന്തിനാന്നുള്ളതാണോ ചോദിക്കുന്നത്? അല്ല, അതിപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. അല്ല, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാട് ഓടുമ്പോൾ നടുവി ഓട്ടണ്ടേ? അല്ലേ? പിന്നെ തീർച്ചയായിട്ടും അത്യാവശ്യമൊക്കെ ഇട്ട് നടക്കാം, ഇതൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഇട്ടിരിക്കുന്ന അടിപൊളി ഡ്രസ്സ് ഇട്ടാണോ? ഞാൻ ചോദിച്ചതിന്റെ സെലക്ഷൻ ഒക്കെ എങ്ങനെയാണെന്ന്. സെലക്ഷൻ, ഞാൻ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ നടക്കാനും കളർഫുൾ ഡ്രസ്സൊക്കെ ഇടാൻ എപ്പോഴും ഇഷ്ടമാണ്. വളരെ കളർഫുൾ അല്ല, നമുക്ക് കണ്ടാൽ നമുക്ക് ദേഷ്യം തോന്നുന്ന ഭ്രാന്തൻ ഡ്രസ്സല്ല ഞാൻ പറഞ്ഞത്. അത്യാവശ്യമൊക്കെ വേണം. പിന്നെ എൻ്റെ മോളൊക്കെ, വൈഫും മോളും ഭയങ്കര സപ്പോർട്ടീവ്. അവർ ചിലപ്പോൾ ചില സെഷൻ അച്ഛൻ ഇത് വേറെ ഇതാണ് മറ്റേ എടുക്കണ്ടേ ചോദിക്കും. ഇത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അവള് പറയും. അവള് ചില ഡ്രസ് കോമ്പിനേഷൻ ഒക്കെ അവള് പറയും. അതുപോലെ പേരില്ലൂർ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് ചെയ്തിരുന്നു. അതിനകത്ത് കേമൻ സോമൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ശരിക്കും പറഞ്ഞ ഇപ്പോൾ റീൽസിലൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു അതൊരു സമയത്ത്. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എത്ര തോറ്റാലും മുന്നോട്ട് ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് ഭയങ്കര അപ്രിസിയേഷൻ കിട്ടിയ ഒരു ക്യാരക്ടറാണ്. എന്താണ് ആ ഒരു ക്യാരക്ടറിനെ പറ്റി പറയാൻ? അത് പറഞ്ഞ പോലെ ആ വെബ് സീരീസ് ഇറങ്ങിയ ശേഷമാണ് ഇത്രയധികം അപ്രിസിയേഷൻ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചത്. അന്ന് അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. ക്യാരക്ടർ നല്ലതാണ്, വളരെ ഒരു ഹ്യൂമറായിട്ടുള്ള ഒരു വെബ് സീരീസാണ്. അപ്പോൾ ഇതാദ്യമേ എൻ്റെ കഥാകൃത്തും പിന്നെ ദീപും പിന്നെ പ്രവീൺ ചന്ദ്രൻ ഡയറക്ടറോടെ വന്ന് കഥ എന്നെ പറഞ്ഞ് വായിച്ച് കേൾപ്പിച്ചു. ഞങ്ങൾ കുറേ സംസാരിച്ച് തന്നിട്ട് ക്യാരക്ടറെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്ക് വളരെ പ്രതീക്ഷയുള്ള കഥാപാത്രം അത്. അപ്പോൾ ഒരു ഡയറക്ടർക്കും സ്ക്രിപ്റ്റ് റൈറ്റർക്കും ഒക്കെ പ്രതീക്ഷയുള്ള കഥാപാത്രമാണെങ്കിലും മാത്രമല്ല അതിനകത്ത് എന്തെങ്കിലും ആ പറയുന്നതിൽ അതിൽ അർത്ഥമുണ്ടെന്ന് നമ്മൾ ധരിക്കുകയുള്ളൂ. അപ്പോൾ അവരങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് എന്നോട് പറഞ്ഞപ്പോൾ എനിക്കും ഒരു താല്പര്യമായി. അങ്ങനെയാണ് അതിനകത്ത് വെബ് സീരീസ് അഭിനയിക്കാനുള്ള കാര്യം. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് വളരെയധികം എനിക്ക് ഒരു അപ്രീസിയേഷൻ ആ ക്യാരക്ടർ ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല.
അടിപൊളിയായിരുന്നു. അതൊരു വളരെ ഒരു എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന ക്യാരക്ടറാണ്. അതെ 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 അതെ. 4ാം ക്ലാസ് പോലും വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളെ നീ എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ ട്യൂഷൻ എടുക്കാമെന്ന് പറയുന്ന ഒരാളാണ്. ഞാൻ സ്കൂളിൽ പോയിട്ടില്ല, അതാണ് കാര്യം. അപ്പോൾ അത് വലിയൊരു കാരണം എത്ര തോറ്റു കഴിഞ്ഞാലും ഇരട്ടി ശക്തിയോടുകൂടി പിന്നെയും ഊർജ്ജത്തോടെ പുറത്ത് വരുന്ന ഒരാളാണ്. ഇലക്ഷനിലൊക്കെ ഒരുപാട് സ്ഥാനാർത്ഥികൾ പലപ്പോഴും പല പ്രാവശ്യം തോറ്റു പോകുന്നുണ്ടല്ലോ. അപ്പോൾ തോറ്റു പോകുന്നവരൊക്കെ വാസ്തവത്തിൽ മണ്ടന്മാരായിട്ടൊന്നുമില്ല. അതൊക്കെ ആ ഒരു സമയത്തിൻ്റെ കുഴപ്പങ്ങൾ പല കാരണം ഉണ്ടാവും. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഇയാൾ എത്ര തോറ്റാലും അയാൾക്ക് യാതൊരു ഒരു കുറ്റബോധമോ മടിയോ എന്താ പറയുക ഒരു ജാള്യത ഒന്നുമില്ലാത്തൊരു ക്യാരക്ടറാണ് കേമൻ സോമൻ. ഓരോ ഓട്ടനായിരിക്കും തോക്കുന്നത്. ഇതിനകത്ത് അങ്ങനെ ഉണ്ടല്ലോ, ഒറ്റ ഓട്ടിന് കേമൻ സോമൻ പരാജയപ്പെട്ടു. അപ്പോഴും പുള്ളിക്ക് എനിക്ക് അത്യാവശ്യം വീട് വരെ പോകണം എന്ന് പറയാണ്. പശുവിനെ കൊണ്ട് എനിക്ക് ബ്ലോക്കിൽ കൊണ്ട് എന്നൊക്കെയല്ലേ പറയുന്നത്. പല റീസൺസ്. പുള്ളിക്ക് എപ്പോഴും പറയുമോ എനിക്ക് വിഷമമുണ്ട്, അത് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊന്നും പറയുന്നില്ല പുള്ളി. അപ്പോൾ അത് എനിക്ക് ആ ക്യാരക്ടർ വലിയ ഇഷ്ടമാണ്. അത് റിയൽ ലൈഫിൽ അത് ഇങ്ങനെ തോറ്റുപോയെടുത്തു ഇതുപോലത്തെ ഒരു ക്യാരക്ടറിലേക്ക് അല്ല, തോറ്റുപോയെടുത്ത് തോക്കുന്ന ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വിഷമം ഉണ്ടായിരിക്കില്ലല്ലോ. കാരണം ഇപ്പോൾ ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് ജില്ലാ കലോത്സവത്തിൽ ഒരു പാട്ട് കോമ്പറ്റീഷൻ പോയിട്ട് എനിക്ക് സെക്കൻഡ് പ്രൈസ് ആയിപ്പോയി. അന്ന് കിട്ടാതെ പോയ ചില സ്ഥലങ്ങളുമുണ്ട്. അപ്പോൾ ഒരിടത്ത് സെക്കൻഡ് പ്രൈസ് ആയിപ്പോയതിൽ എനിക്ക് വലിയ വിഷമമായിരുന്നു. അന്ന് ഞാൻ ഒരുപാട് കരയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. അന്ന് ഈ പാട്ടിനോട് വളരെ അന്ന് സിനിമ അഭിനയം ഒന്നും അതൊക്കെ മുമ്പാണ്. സിനിമ അഭിനയോടൊന്നും എനിക്ക് വലിയ അറിവോ താല്പര്യമൊന്നുമില്ല. പാട്ടായിരുന്നു എൻ്റെ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അതിന് അങ്ങനെ സെക്കൻഡ് കിട്ടിയപ്പോൾ എനിക്ക് വല്ലാതെ ഭയങ്കര ഫീൽ ചെയ്തത്. അപ്പോൾ അത് കുറച്ച് ദിവസം അതിങ്ങനെ മനസ്സിൽ കടന്നു. അത് പക്ഷേ സെക്കൻഡ് മോശമൊന്നുമല്ല, ഒരു ജില്ലയിലാണ് സെക്കൻഡ് കിട്ടിയത്. കിട്ടാതെ സന്ദർഭങ്ങളും ഒന്നുണ്ട്, അതിനൊക്കെ വിഷമമുണ്ടായി. അപ്പോൾ അത് കുറെ കഴിഞ്ഞ് മാർക്കും. പക്ഷേ ഇത് അതുപോലെയല്ല, ഈ കേമൻ സോമൻ അതുപോലെയല്ല. പിന്നെയും വളരെ എനർജി ഉണ്ടാകണം. പിന്നെ ഈ വെബ് സീരീസ് ചെയ്ത സമയത്ത് ഓൾറെഡി സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ സീരീസിലേക്ക് വന്നപ്പോൾ എന്താ മാറ്റം തോന്നി? വെബ് സീരീസ് എക്സ്പീരിയൻസ് എന്തായിരുന്നു? അല്ല, എന്നെ സംബന്ധിച്ച് രണ്ടും സിനിമയുടെ ഒരു ഭാഗം തന്നെയാണ്. കാരണം വെബ് സീരീസ് ആണ് ഉപയോഗിക്കുന്ന മറ്റേ ടെക്നിക്കലി മറ്റേ ക്യാമറ മറ്റേ ലൈറ്റ്സ് എല്ലാം സിനിമയിൽ തന്നെയാണ്. നമ്മൾ സിനിമയിൽ ഉപയോഗിക്കുന്ന ക്യാമറ തന്നെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അത് ടി വിയിൽ കൂടെ മാത്രം ഇവർ അത് ടെലികാസ്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. 4-5 എപ്പിസോഡായിട്ട് പോകുന്നുള്ളേ ഉള്ളൂ. ചിലർക്ക് ധാരണയുണ്ട്, ചില ധരിച്ചിരിക്കുന്നത് പെട്ടെന്ന് ഇത് സീരിയലാണ് ധരിക്കുന്ന ചില ആൾക്കാരുണ്ട്. വെബ് സീരീസ് എന്ന് പറയുമ്പോൾ സീരീസ് എന്ന് പറയുമ്പോൾ സീരിയൽ എന്ന് പറയുന്നുണ്ട്. പക്ഷേ സീരിയലല്ല, സിനിമ തന്നെയാണ്, ടി വിയിൽ കാണിക്കുന്നു. ഇപ്പോൾ ഒരുപാട് സ്കോപ്പ് ഉണ്ടല്ലോ. നമ്മുടെ ഇപ്പോൾ ഈ വെളിയിൽ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഇത് വെബ് സീരീസ് ഒരുപാടല്ലേ. അവിടെ അതിന് വലിയ പ്രാധാന്യമാണ്. അതാണ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബെസ്റ്റ് സംഭവങ്ങളൊക്കെ ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെയും ഹിന്ദി ഉൾപ്പെടെ പല ലാംഗ്വേജിലും. മലയാളത്തിൽ ഇപ്പോൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയല്ലേ. എനിക്കതുകൊണ്ട് വ്യത്യാസം തോന്നില്ല. ഇല്ല, നമുക്കിനി തലവര റൗണ്ട് കളിച്ചാലോ? പിന്നെന്താ തലവര മാറ്റിയ സിനിമ ഏതായിരിക്കും? തലവര മാറ്റിയ സിനിമ ഒന്ന് പ്രണാമമാണ്. പിന്നെ അമരം, തൂവാനത്തുമ്പികൾ, ഇൻ ഹരിഹർ നഗർ, ഞാൻ പറയുന്നില്ലല്ലോ, ഇൻ ടൂവും പറഞ്ഞു പറ്റുള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ ഓർമ്മ വരുന്ന തലവര മാറ്റിയ സിനിമകൾ. അതൊക്കെയാണ്. അങ്ങനെ തലവര മാറ്റിയ സീൻ ഏതാണ്? പല സിനിമകളിനകത്ത് ഞാൻ വേണമെങ്കിൽ ഒന്ന് ഇടാം. അതായത് നമ്മുടെ ഹലോ സിനിമയിൽ ആക്ച്വലി അങ്ങനെ ഒറ്റ സീനേ ഉള്ളൂ അതിനകത്ത്. പക്ഷെ ഒത്തിരി സിനിമകൾ ചെയ്യുന്നതാണ് അശോകേട്ടൻ. പക്ഷെ അതിനകത്ത് ഒരു ഒറ്റ സീനേ ഉള്ളൂ. പക്ഷെ അത് മലയാളികൾ നെഞ്ചിലായിട്ട് ഇപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എത്ര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ശരിക്കും ഈ പറഞ്ഞ ഡയറക്ടർ പറഞ്ഞിട്ട് ഉള്ള അങ്ങനെ പോയതാണോ, അതോ ഡയറക്ടറായിട്ടുള്ള റിലേഷൻ അങ്ങനെ പോയതാണോ, അതോ ലാലേട്ടനായിട്ടുള്ളൊരു കോമ്പിനേഷൻ സീൻ അല്ലേ എന്നാൽ പിന്നെ ചെയ്തേക്കാം അങ്ങനെ? ആ സിനിമ ആദ്യം ഞാൻ ഉപേക്ഷിച്ച സിനിമയാണ്. എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞതാണ്. മറ്റൊന്നുമില്ല, ഒരു സീൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ വിളിക്കുമ്പം ഇങ്ങനെ പറഞ്ഞു, റാഫി മെക്കാട്ടൻ്റെ സിനിമയാണ്, ഒരു സീൻ്റെ ഗസ്റ്റ് അപ്പിയറൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ സിനിമയിലെ തിരൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ എനിക്കത് കാരണം റാഫി മെക്കാട്ട് എന്ന് പറയുന്നത് സിദ്ദിഖ് ലാലിൻ്റെ കൂടെ ആദ്യം വർക്ക്, ഞാൻ ഹരിഹർ നഗർ വർക്ക് ചെയ്താണ് ആദ്യം. ഞാൻ ആലോചിച്ചു, അവരെ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്തിട്ട് നമ്മളെ അറിഞ്ഞിട്ടും എന്തിനും ഇങ്ങനെ ഒരു സീൻ അതിനെ വിളിച്ചു എന്നുള്ള ഒരു വിഷമവും ദേഷ്യമൊക്കെ എനിക്ക് വാസ്തവത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് താല്പര്യമില്ലാതെ പറഞ്ഞാണ്. അതിനകത്ത് പോയി ഒന്നാമത് അങ്ങനെ ചെയ്ത ഒരു പടത്തിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് അഭിനയിച്ചപ്പോൾ കാശും കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു സീൻ അഭിനയിച്ചാൽ കിട്ടുന്നതിന് ലിമിറ്റ് ഉണ്ടല്ലോ.
അതൊന്നും പ്രയോജനമില്ല, പിന്നെ എന്തിനാ പോകുന്നത് ഞാൻ വിചാരിച്ചു. അങ്ങനെ 2 പ്രാവശ്യം രണ്ടാമതും എന്നെ വിളിച്ചു. അല്ല അത് പിന്നെ ചേട്ടൻ തന്നെ അത് കിടന്ന് അവരിങ്ങനെ പറയുകയാണ്. ഞാൻ പറഞ്ഞു ഇതാണ് കാര്യം, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഡയറക്ടർ റാഫിനെ വിളിച്ചു. അങ്ങനെ വിളിച്ച് ഞാൻ പറഞ്ഞു ഇതാണ് റാഫി ഇതാണ് കാര്യം, എനിക്ക് അതിനകത്തൊന്നും പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഒരു സീനിയറിലുള്ള എന്തിനാണ് വന്ന് ചെയ്യുന്നത്. അപ്പോൾ റാഫി പറഞ്ഞു അത് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവുള്ളൂ, പടം തിയേറ്ററിൽ വരുമ്പം അത് എനിക്ക് അശോകൻ മനസ്സിലാവും, അത് അശോകൻ തന്നെ ചെയ്യണമെന്ന് ഞങ്ങൾ എഴുതിയപ്പോൾ തന്നെ മനസ്സിൽ വിചാരിച്ചു എന്നവർ പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു അവരങ്ങനെ താല്പര്യമായിട്ട് നമ്മളെ ഫേവർ ചെയ്ത് സംസാരിക്കുമ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും നെഗ്ലക്റ്റ് ചെയ്യുന്നത് മര്യാദയല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ അവിടെ നമുക്ക് ചിലടത്ത് നമ്മൾ ചില മനുഷ്യത്വങ്ങളും മര്യാദ കാണിക്കേണ്ടതുണ്ടല്ലോ. പിന്നെ എന്തായാലും അവർ സൂപ്പർ ഹിറ്റ് ഡയറക്ടേഴ്സാണ് അവർ. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ കൂടി പോയി. അപ്പോഴും അവർ വളരെ ടാലൻ്റുള്ള 2 ആൾക്കാരാണ് അവർ. ശരി എന്നാവട്ടെ അങ്ങനെ ചെയ്ത. പക്ഷേ ആ പടം ചെയ്തപ്പോഴും അവർ വളരെ കംഫർട്ടബിളായിട്ട് ഡയറക്ടേഴ്സാണ് അവർ. റാഫി മക്കാട്ട് വർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര സുഖമാണ് അവരുടെ. പക്ഷേ പടം ഇറങ്ങി കഴിഞ്ഞപ്പം അതിൻ്റെയൊക്കെ ഒരു 4 മടങ്ങായിട്ടങ്ങ് പോയി ആ ക്യാരക്ടർ, ആ സീനും ഒക്കെ. പിന്നെ ഓഫ്കോഴ്സ് മോഹൻലാലുമായിട്ടുള്ള സീനല്ലേ സാബു. അത് ഭയങ്കരമായിട്ട് ഒരുപാട് മൈലേജ് കിട്ടിയൊരു സിനിമയും അതെ സീനും അടിപൊളിയാണ്. ഓക്കെ, നൈസ്. അങ്ങനെയാണെങ്കിൽ ഒരു ഐക്കോണിക് തലവര മാറ്റിയ ഒരു ഐക്കോണിക് ഡയലോഗ് ഉണ്ടോ? അതിപ്പോൾ അന്നൊക്കെ ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് പുത്തനാണ് കേട്ടാ, അമരം സിനിമ ഒരു ഡയലോഗുണ്ട്. അന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഈ സിനിമ ഇറങ്ങിയപ്പോൾ ഒരുപാട് പേര് എന്നെ കാണുമ്പോൾ പറയും പുത്തനാണ് കേട്ടാ എന്ന് പറയായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ കടപ്പുറത്ത് താമസിക്കുന്ന ആ കാലങ്ങളിൽ, അപ്പോൾ ഈ അരേ സമുദായത്തിലാണ് മത്സ്യബന്ധനം നടത്തുന്ന ആൾക്കാർ. അപ്പോൾ അതിൽ അങ്ങനെ വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ് എന്നെ കാണിച്ചത്. അപ്പോൾ അങ്ങനത്തെ ഈ വളരെ കളർഫുള്ളായ ഡ്രസ്സ്, ചുവപ്പാണെങ്കിൽ ഭയങ്കര റെഡ്, പച്ചയാണെങ്കിൽ കടും പച്ച, മഞ്ഞയാണെങ്കിൽ കടും മഞ്ഞ, ഇങ്ങനെ ഒരു ഇതിലേക്ക് പോകുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ. മുടി എണ്ണയൊക്കെ തേച്ചിങ്ങനെ ഇട്ട് അന്നത്തെ സ്റ്റൈല് അന്നത്തെ ഇങ്ങനെ ഉണ്ട് ചെറുപ്പക്കാർ. അപ്പോൾ ഇത് കേട്ട് ലവ് ചെയ്യുന്ന പെണ്ണിനോടൊന്ന് പറയുന്നതാണ് പുള്ളി അത് വലിയൊരു വാച്ചൊക്കെ ഇട്ടിട്ട് വാച്ച് കിട്ടുന്നൊക്കെ വലിയ സംഭവമായിട്ടാണ് ഇങ്ങനെ കരുതുന്നത്. അപ്പോൾ ഈ പെണ്ണിൻ്റെ അടുക്കുന്ന വളരെ തുറന്ന് ഓപ്പണായിട്ട് സിൻസിയറായിട്ട് പറയുന്ന ഡയലോഗാണ്. അപ്പോൾ പെണ്ണിൻ്റെ അടുക്ക ഒന്ന് സ്റ്റൈലായിട്ട് ഒന്ന് നിൽക്കാം എന്നൊക്കെ പറയുമ്പോൾ സമയം ഇത് വാച്ചൊക്കെ കാണിക്കും, വാച്ച് കണ്ട ഇത് പുത്തനാണ് കേട്ടാ, ഇങ്ങനെ സംഭവങ്ങളൊക്കെ അന്ന് ആൾക്കാരുടെ ഇടയിൽ അത് വലിയ സംഭവമായിരുന്നു. അന്ന് ഒരുപാട് കമന്റ്സ് ഒക്കെ ഇതിനെക്കുറിച്ച് എന്നെ കാണുമ്പോഴേക്കൊന്നും ഇങ്ങനെ പറയും ആൾക്കാർ, എടാ രാഘവ എന്നൊക്കെ വിളിക്കുമായിരുന്നു. റിയൽ ലൈഫിൽ തലവര മാറ്റിയ ഒരു ഇൻസിഡന്റ് ഉണ്ട്? ഈ തലവരയ്ക്ക് വേണ്ടി പ്രധാനമാണ്. കാരണം ആദ്യത്തെ സിനിമ പെരുവഴിയമ്പലം സിനിമയിൽ തന്നെ ആദ്യം എന്നെ സെലക്ട് ചെയ്തിട്ട് അറ്റ് ദ സെയിം മൊമെന്റ് ഒരു എത്ര മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ അതിനകത്ത് ഇഗ്നോർ ചെയ്തേനെ. അങ്ങനെ അപ്പം അതിനകത്ത് തിരിച്ചു ഞാൻ അതാ തലവര. ഒരാൾ ഇന്ന രീതിയിൽ ഒരാളാവണമെന്ന് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ വിശ്വസിക്കുന്ന ശക്തി ദൈവം ഈശ്വരനെ തീരുമാനിച്ചിട്ടുണ്ട്. അത് അങ്ങനെ വന്നേ പറ്റുള്ളൂ. ഇനി അതെല്ലാം മറ്റെന്ത് കാര്യങ്ങൾ ചെയ്താലും അവർക്കതാണ് സ്യൂട്ടബിളായിട്ട് വിധിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുക. അത് സിനിമ എന്നല്ല, ഏത് ജോലിയാണെങ്കിലും. ഇപ്പം ഞാൻ ഉദാഹരണം പാടാനിരുന്ന ഒരാൾ, സിനിമയിൽ പിന്നണി ഗായകനാവാൻ വേണ്ടിയിരുന്ന ഒരാൾ അതിൽ തന്നെ അഭിനയത്തിലേക്ക് വന്നു. അപ്പോൾ ഇൻ്റർവ്യൂവിന് തന്നെ തഴഞ്ഞു നിൽക്കുന്ന അന്നൊരു ശരീരത്തിൻ്റെ സുഖമില്ലായ്മ ഒന്നുണ്ടായിരുന്നു അന്ന്. ആ സുഖമില്ലായ്മ പറഞ്ഞപ്പം അതവരെ സംബന്ധിച്ച് ആ അസുഖത്തിൻ്റെ ഗൗരവം അന്ന് മനസ്സിലാക്കി. അപ്പോൾ ഡയറക്ടർ പപ്പേട്ടൻ തന്നെ പറഞ്ഞു അതിങ്ങനെയാണ്, ഇങ്ങനെ ഒരാളിനെ, ഈ ഒരു അസുഖമൊക്കെ ഉള്ള ഒരാളിനെ വെച്ച് സിനിമ എടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ ആദ്യം ചെയ്യുന്ന സിനിമ അദ്ദേഹം. അപ്പോൾ എന്നോട് പറഞ്ഞു നിൻ്റെ ആദ്യത്തെ സിനിമ, പ്രൊഡ്യൂസർ ഇത്രയും ലക്ഷങ്ങൾ മുടക്കുന്നു, കൂടെ വയ്ക്കുന്ന മറ്റ് ആർട്ടിസ്റ്റുകൾ, ടെക്നീഷ്യൻസ് ഇവരെല്ലാം ബാധിക്കുന്നതാണ്. പടം തുടങ്ങി ആണെങ്കിലും എന്തെങ്കിലും സുഖമില്ലായ്മ വന്നു കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റ് മൊത്തമായിട്ട് ബാധിക്കും. അത് കാരണം ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞ് അപ്പോഴേ പാസ്പോർട്ട് മുടക്കി നമ്മളങ്ങ് വിട്ടു. വാസ്തവത്തിൽ ഈ സമയം തന്നെ വേറെ 2 പേരെ സെലക്ട് ചെയ്തു. അവർ ആ സിനിമയിൽ ചെറിയ 2 വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയായി പിന്നീട് ആയപ്പോഴേ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അതല്ലേ പിന്നെയും കറങ്ങിത്തിരിഞ്ഞ് നമുക്കിപ്പോൾ ഒരു മാവേലൊരു നമ്മളൊരു കുഴി ഒരു കമ്പെടുത്തെറിഞ്ഞാൽ അവിടെ തങ്ങി നിൽക്കുകയാണെങ്കിൽ മാങ്ങ എറിയാൻ വേണ്ടി ഇടും, എറിഞ്ഞ ലക്ഷ്യം വെച്ച് എറിഞ്ഞാൽ ചിലപ്പോൾ അത് തങ്ങി നിൽക്കും. ചിലപ്പം തങ്ങി നിന്നാൽ കുറേ കഴിയുമ്പം അത് കിട്ടിയില്ലെങ്കിൽ അത് കുറേ കഴിഞ്ഞ് ഒരു കാറ്റടിക്കുമ്പോൾ താഴെ വീഴും അല്ലേ. ആ ഒരു കുഴി കമ്പും ചിലപ്പോൾ അതിനോട് മാങ്ങയും ഉണ്ടാവും. അപ്പം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. കിട്ടേണ്ടത് ഒന്ന് താമസിച്ചു കഴിഞ്ഞാലും കുറച്ച് സമയം കഴിഞ്ഞാലും വരും, വരേണ്ടതാണെങ്കിൽ വരും. അതാണ്. അപ്പോൾ അങ്ങനെയാണ് പെരുവഴിയമ്പലത്തിൽ ഒരു വലിയ ഇൻസിഡൻ്റ് എന്ന് എനിക്ക് മറക്കാൻ പറ്റാത്ത കാര്യം അതാണ്.
വലിയൊരു തലവരെയായിരുന്നു തീർച്ചയായിട്ടും അങ്ങനെ പിന്നീടാണ് എന്നെ വീണ്ടും എന്നെ അതിനകത്ത് കാസ്റ്റ് ചെയ്യുന്നത്, ഫിക്സ് ചെയ്യുന്നത് പിന്നീടാണ്. അതുപോലെ തന്നെ അശോകേട്ട ഇനി ഞങ്ങൾ വെയിറ്റിംഗ് ആണ്, അശോകേട്ടന് വെയിറ്റിംഗ് ആയിരിക്കും. ബബ്ബ സിനിമ കേട്ടി ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, വന്ന് ആ ദിവസം തന്നെ പോയി കാണാൻ വേണ്ടിയിരിക്കുക. അപ്പോൾ ആ സിനിമയുടെ അശോകേട്ടന് ഭയങ്കര എക്സൈറ്റഡ് ആണോ, എന്താണ് അവസ്ഥ? ബബ്ബയിൽ ഞാൻ അതിനകത്ത് ഒരുപാട് താരങ്ങളുണ്ട്, മോഹൻലാലുണ്ട്, ലാലേട്ടനുണ്ട്, ദിലീപുണ്ട്, പിന്നെ പലരും ഉണ്ട് അതിനകത്ത്, പിന്നെ എന്താണ് പിന്നെ കുറച്ച് യങ്സ്റ്റേഴ്സ് കുറച്ച് പേരുണ്ട്. പക്ഷെ അതിനകത്തൊന്നും വളരെ എന്താ പറയുക പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ക്യാരക്ടറാണെന്ന് ചോദിച്ചാൽ ഒരു വലിയ പ്രോജക്റ്റാണ്. അതിനകത്ത് ഒരുപാട് പേർക്ക് അതിനകത്ത് സാധ്യതകളുള്ളതാണ്. അപ്പം എൻ്റേതായ മാത്രം ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ഇൻഡിവിജ്വൽ ഒരു ശക്തിയുള്ള ഭയങ്കര ക്യാരക്ടർ ഞാൻ പറഞ്ഞത് ശരിയല്ല. എനിവേ എൻ്റെ ക്യാരക്ടർ കുഴപ്പമില്ലാത്ത ക്യാരക്ടറാണ്. അത് കുറച്ചൊരു ഒരു എക്സെൻട്രിക്സിറ്റി ഉള്ള കുറച്ച് കഥാപാത്രങ്ങൾ ഒരാളാണ് ഞാൻ. അത്ര ഇപ്പം പറയാൻ പറ്റുള്ളൂ. വേറൊന്നും പറയില്ല. സസ്പെൻസ് ഉണ്ട്. അല്ല, എൻ്റെ ഒരു ഭയങ്കരമായ ക്യാരക്ടറാന്ന് ഞാൻ പറയില്ല, അതല്ല, അങ്ങനല്ല. അതിനകത്തെ പ്രാധാന്യ കഥാപാത്രങ്ങളിലൊന്നാണ് എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാനായിട്ട് ഇപ്പോൾ അത് വലിയ ആനയാണ് ചേരാണ് പറഞ്ഞത്, അത് ശരിയല്ല. അങ്ങനെ ഭയങ്കരമായ സംഭവമൊന്നും അല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അല്ലേ? ബട്ട് മോശമാകാൻ വഴിയില്ല. അത് വലിയ പ്രോജക്റ്റാണ്, നല്ല ടീമാണത്, നല്ല ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും പ്രൊഡ്യൂസറും ഒക്കെ നല്ല ഇതാണ്. തലവര ഓഗസ്റ്റ് 15 റിലീസാവാൻ വേണ്ടി പോവുകയാണ്. സോ നമ്മുടെ പ്രേക്ഷകരോട് ഇത് കാണാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരോട് എന്താ അശോകേട്ടന് പറയാനല്ലേ? ഞാനിപ്പോൾ ഒരു പടം കാണാമെന്ന് പറഞ്ഞാലും അവർക്ക് തോന്നണ്ടേ? അതെ എന്നാലൊരു ചെറിയ സാധനം ഈ പടം നിങ്ങളെല്ലാവരും കാണണം, ഞങ്ങൾ കാണാവേ എന്ന് പറയുക. അത് അവരോട് തീരുമാനം ഇഷ്ടമാണ്, അല്ലേ? അത് ഞങ്ങൾ തീരുമാനിച്ചോളാം, അല്ലേ? അതങ്ങനെയാണ് സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നണം. നമ്മളൊരാളെ പറഞ്ഞാൽ നമുക്ക് തോന്നണം, അല്ലേ? എന്നാലും ശരി, എൻ്റെ ഒരു എന്താ ഡ്യൂട്ടി എന്നുള്ള നിലയിൽ, അഭിനയിച്ച സിനിമ എന്ന നിലയിലും ഈ പടത്തിന് ചില പ്രത്യേകതകൾ ഇതിനകത്തുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും നല്ലൊരു പടമായിരിക്കും. അത് എല്ലാവരും ദയവ് ചെയ്ത് ഈ പടം കണ്ട് ആസ്വദിക്കുക, അപ്രീഷിയേറ്റ് ചെയ്യുക, അതിനുള്ള തരിക എന്നുള്ളതാണ്, അപ്രീസിയേഷൻ തരിക, അതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനിയും ഒത്തിരി സിനിമകൾ, ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ ചെയ്യാൻ പറ്റട്ടെ. ഞങ്ങളും വെയിറ്റിംഗ് ആണ്. ഒരുപാട് സിനിമ ചെയ്യുന്നതോടൊപ്പം നല്ല വേഷം കൂടെ ആയിരിക്കണം. നല്ല വെറുതെ കുറെ പടം ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇല്ല. ആ പടത്തിലുണ്ടല്ലോ, ഈ പടത്തിലുണ്ടല്ലോ, വയറ് നിറച്ച് കൈ നിറച്ച് പടം എന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല. ആവശ്യത്തിന് മതി, അല്ലേ? അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ, നമുക്ക് ഗുണമുള്ള കാര്യങ്ങൾ കിട്ടണം, അല്ലേ? അങ്ങനത്തെ ഒത്തിരി കഥാപാത്രങ്ങൾ തേടി വരട്ടെ. അതെ. താങ്ക് യു സോ മച്ച്. തോമസ് കുട്ടി വിട്ടോടാ. വിട്ടോട്ടെ, വിടാൻ പോവാ.